ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്ത. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ആകസ്മികമായ മറിയലുകളെ കുറിച്ചുള്ള വാർത്തയാണ് ഇന്ന് പത്രലോകം തരുന്ന പ്രധാനപ്പെട്ട വാർത്ത. മിക്ക പത്രങ്ങളും അത് ലീഡ് വാർത്തയാക്കിയിട്ടുമുണ്ട്. ഒരൊറ്റ ദിവസം കൂടി ലഭിച്ചിരുന്നു എങ്കിൽ ശശികല എന്ന മണ്ണാർഗുഡി മാഫിയയുടെ അധികാരമുഖം അവർ തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രിയായി മാറിത്തീരുമായിരുന്നു. AIADMKയുടെ പാർലമെൻ്ററി പാർട്ടി അക്കാര്യത്തിൽ തീരുമാനമെടുത്തതാണ്. എന്നാൽ ആ ഒരു ദിവസം, അത് ഇന്നലെയായിരുന്നു, ആ ദിവസം അവരുടെ ജീവിതത്തിൽ വന്നെത്തിയില്ല. അതുകൊണ്ട് തന്നെ അവരുടെ അത്യാഗ്രഹത്തിന് എന്നേക്കുമായി തിരശീല വീഴുകയും ഉണ്ടായി. കാരണം സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇന്നലെയായിരുന്നു മാറ്റിവെക്കുന്നതിന് കാരണം ഗവർണറുടെ അഭാവമായിരുന്നു. അദ്ദേഹം ചെന്നൈയിലേക്ക് വരുന്നതിന് പകരം ബോംബെയിലേക്ക് പറന്നു. അതിനാൽ അത് നടന്നില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് ഭാഗ്യം കൈവിട്ട് കളഞ്ഞു ശശികലയെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്തെ നാടകങ്ങൾ. ആ നാടകങ്ങൾ കുറെ കൂടി ഉദ്വേഗജനകം ആയ രംഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്ന വാർത്തയാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്നത്. AIADMKയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു എന്നു വേണം കരുതാൻ. AIADMKയുടെ പ്രധാന നേതാക്കളെല്ലാം ശശികലയെ തള്ളി പറഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, ജയലളിതയുടെ ആകസ്മികമായ മരണത്തിന് ഉത്തരവാദി ശശികലയാണ് എന്നുവരെ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഗൗരവതരമായ അടിയൊഴുക്കുകളാണ് അവിടെ നടന്നിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി ഇനി ആരായിരിക്കും? AIADMK എന്ന പാർട്ടിയുടെ ഭാവി ജയലളിതയ്ക്ക് ശേഷം എന്തായിരിക്കും തുടങ്ങിയവ തീരുമാനിക്കുന്ന ഗൗരവതരമായ രാഷ്ട്രീയ പരിസരത്തിലേക്ക് തമിഴ്നാട് രാഷ്ട്രീയം കടന്നിരിക്കുന്നു എന്നാണ് ഈ വാർത്ത പറയുന്നത്. മലയാള മനോരമ ശശികലയ്ക്കെതിരെ പനീർശെൽവം തുറന്ന് രംഗത്ത് വന്നതിൻ്റെ വാർത്തയാണ് നമുക്ക് തരുന്നത്. മനോരമയിലെ ആ വാർത്ത കാണുക. ലീഡ് വാർത്തയാണ്. ജയസമാധിയിലെ ധ്യാനത്തിന് ശേഷം നാടകീയ നീക്കം. ശശികലയ്ക്കെതിരെ പനീർശെൽവം രംഗത്ത്. തുറന്നടിച്ചു കാവൽ മുഖ്യമന്ത്രി. DMKയിൽ കലാപം. പനീർശെൽവത്തെ പാർട്ടി പദവിയിൽ നിന്ന് ശശികല നീക്കം ചെയ്യുകയും ചെയ്തു. പനീർശെൽവം സംസ്ഥാനതല ട്രഷററായിരുന്നു AIADMKയുടെ. ആ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്തു. അതായത് ശശികലയ്ക്കെതിരെ പനീർശെൽവൻ രംഗത്ത് വന്നു. പനീർശെൽവത്തിനെതിരെ ശശികല നടപടി സ്വീകരിക്കുകയും ചെയ്തു. വിനോദ് ഗോപി ആ വാർത്ത തരുന്നത് കാണുക. DMK ജനറൽ സെക്രട്ടറി ശശികലയ്ക്കെതിരെ ആഞ്ഞടിച്ച് തമിഴ്നാട് കാവൽ മുഖ്യമന്ത്രി O പനീർശെൽവം രംഗത്ത്. തന്നെ നിർബന്ധപൂർവ്വം രാജിവെപ്പിക്കുകയായിരുന്നുവെന്നും നിയമസഭാ കക്ഷി യോഗം വിളിപ്പിച്ചത് താൻ അറിയാതെയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പോയസ് ഗാർഡനിൽ ശശികല വിളിച്ചു ചേർത്ത പാർട്ടി ഉന്നതതല യോഗം പനീർശെൽവത്തെ DMK ട്രഷറർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. ഏറെക്കുറെ പിളർപ്പിൻ്റെ സാഹചര്യമാണ് പാർട്ടിയിൽ ഉടലെടുത്തിരിക്കുന്നത്. 135 DMK MLA-മാരിൽ 50 പേരുടെയെങ്കിലും പിന്തുണ പനീർശെൽവത്തിനുണ്ടെന്നാണ് സൂചന. MLA-മാർ ആവശ്യപ്പെട്ടാൽ രാജി പിൻവലിക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇതാണ് ഇതുമായി ബന്ധിപ്പിച്ച് ഇന്നലെ തമിഴ്നാട്ടിൽ അരങ്ങേറിയ നാടകങ്ങൾ. ജയലളിതയുടെ ലെഗസി, അതിൻ്റെ പിന്തുണ തനിക്കായിരുന്നു എന്നാണ് ശശികല അവകാശപ്പെട്ടത്. ശശികലയുടെ അവകാശവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്കറിയാം ജയലളിതയുടെ അന്ത്യോപചാര കർമ്മങ്ങൾ അനുഷ്ഠിച്ചത് അവരായിരുന്നു. മറ്റു ബന്ധുക്കൾ ജീവിച്ചിരിക്കുമ്പോൾ പോലും അവരായിരുന്നു അന്ത്യകർമ്മങ്ങൾ നടത്തിയത്. അതിൻ്റെയൊക്കെ ലെഗസി, ആ അർത്ഥത്തിൽ ജയലളിതയുടെ നേർ അവകാശി എന്ന നിലയ്ക്കാണ് ശശികല ഈ അവകാശവാദങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ രാത്രി 9 മണിയായപ്പോൾ പനീർശെൽവം ജയലളിതയുടെ മരീന ബീച്ചിലെ സ്മാരകത്തിലേക്ക് എത്തുന്നു. 40 മിനിറ്റ് അദ്ദേഹം അവിടെ ധ്യാനലീനനായി ഇരുന്ന ശേഷം ആണ് സംഭവഗതികൾ മാറിത്തീർന്നത്. അവിടെ വെച്ച് പനീർശെൽവം
അമ്മയുടെ ആത്മാവിൻ്റെ ശബ്ദം കേട്ടത്രേ. നോക്കണേ, ചില മനുഷ്യരെ തേടി മരിച്ചുപോയ ചില ആളുകളുടെ ആത്മാവിൻ്റെ ശബ്ദം കടന്നു വരുന്ന ഗതിവിഗതികൾ. അങ്ങനെ ഒരു ശബ്ദം കേട്ടു. പിന്നെ അമാന്തിച്ചില്ല ശശികലയ്ക്കെതിരെ സംസാരിക്കാൻ. തന്നെ കൊണ്ട് രാജിവെപ്പിക്കുകയായിരുന്നു. തന്നെ കൊണ്ട് ഭീഷണിപ്പെടുത്തി രാജിവെപ്പിച്ചതിൻ്റെ ഭാഗമായാണ് താൽക്കാലിക മുഖ്യമന്ത്രി പദം ഒഴിയാൻ താൻ തയ്യാറായത് എന്ന് മാത്രമല്ല, ശശികലയുടെ പേര് പുതിയ മുഖ്യമന്ത്രിയായി നിർദ്ദേശിക്കാനും നിർബന്ധിതനാക്കപ്പെട്ടു എന്ന് അദ്ദേഹം തുറന്നു പറയുമ്പോൾ എത്രത്തോളം ദുർബലനാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഈ മനുഷ്യൻ എന്ന് നാം പറഞ്ഞു പോകും. ഏതായാലും ജയലളിതയുടെ മരീന ബീച്ചിലെ സ്മാരകത്തിൽ നിന്ന് അവരുടെ ആത്മാവ് എന്താണ് പന്നീർസെൽവത്തോട് പറഞ്ഞത്? അദ്ദേഹം അത് പറഞ്ഞു. എല്ലാം തുറന്നു പറയൂ എന്ന് അമ്മ തന്നോട് ആവശ്യപ്പെട്ടു. എല്ലാം തുറന്നു പറയൂ, ധൈര്യമായി മുന്നോട്ട് പോകൂ, നിന്റെയൊക്കെ കൂടെ ഞാനുണ്ട് എന്നാണ് ആ ആത്മാവ് പന്നീർസെൽവത്തോട് മന്ത്രിച്ചത്. ഇതൊന്നും നമുക്ക് പരിശോധിച്ച് പരിഹരിക്കപ്പെടാൻ കഴിയില്ല. ജയലളിത അന്തരിച്ചു. ആത്മാവുണ്ടോ ഇല്ലയോ എന്ന കാര്യം സന്നിഗ്ധതയിലാണ്. ഏതായാലും ആകെ നമുക്ക് ലഭിക്കുന്ന ഒരു തെളിവ് പന്നീർസെൽവം അങ്ങനെ പറഞ്ഞു എന്നതാണ്. അങ്ങനെ ശശികലയുടെ ലെഗസി ഉണ്ടല്ലോ, ശശികലയുടെ സ്വന്തം ആളായിരുന്നു ജയലളിത, അഥവാ തിരിച്ചും അങ്ങനെയായിരുന്നു എന്നുള്ള ആ ലെഗസിക്ക് ഉചിതമായ ഒരു മറുപടി ഉരുളക്കുപ്പേരി മാതിരി കൊടുത്തു. ജയലളിതയുടെ ശരീരം മാത്രമാണ് ശശികലയ്ക്ക് അവകാശപ്പെട്ടത്. അത് പല അർത്ഥത്തിലുമായിരിക്കാം. എന്നാൽ ആത്മാവിൻ്റെ ശബ്ദം തനിക്കൊപ്പമാണ്. അങ്ങനെ തമിഴ്നാടിൻ്റെ മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ ആത്മാവിനെ സാക്ഷ്യം നിർത്തി പന്നീർസെൽവം പുതിയ പട നയിക്കാൻ തയ്യാറാകുന്നു. ശശികലയുടെ കുതന്ത്രങ്ങൾ തുറന്ന് പറഞ്ഞ് പാർട്ടിക്കാർ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. അങ്ങനെ ശശികലയെ പുറത്താക്കാൻ പന്നീർസെൽവം ശ്രമിക്കുമ്പോൾ പന്നീർസെൽവത്തെ തന്നെ ശശികല ട്രഷറർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയിരിക്കുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പായി, ശശികല മുഖ്യമന്ത്രിയാകില്ല. ശശികല മുഖ്യമന്ത്രിയാകുന്നില്ല എന്നത് ഒരുപക്ഷെ ജനാധിപത്യ വിശ്വാസികളായ മുഴുവൻ ഇന്ത്യക്കാർക്കും അത് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കും. കാരണം പാർട്ടിയിൽ തന്നെ ഇല്ലാത്ത ഒരാളെ പൊടുന്നനെ പാർട്ടിയിലേക്ക് എടുക്കുക, അതിനുവേണ്ടി പാർട്ടിയുടെ ഭരണഘടന തിരുത്തുക, അങ്ങനെ തിരുത്തിയ ശേഷം അവരെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായി അവരോധിക്കുക, ഒന്നൊന്നായി ചവിട്ടി തേക്കുകയായിരുന്നു ഇന്ത്യൻ ഭരണഘടനയെ ആ ജനത, അവരുടെ നേതൃത്വം. അതും കൊണ്ട് അരിശം തീരാതെ ഇതാ ആ സ്ത്രീയെ തന്നെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവായി ഏകപക്ഷീയമായി തെരഞ്ഞെടുക്കുക. കുമ്പിട്ട കൈകളുമായി ശശികല ഒരുപക്ഷെ ജയലളിതയെ ഏറ്റവും വികൃതമായി അനുകരിച്ച് നടന്നുകൊണ്ടിരുന്ന ആ ദൃശ്യങ്ങൾ നാം മറന്നിട്ടുണ്ടാവുകയില്ല. മുഖ്യമന്ത്രിയായതിനു ശേഷം, അവരോധിക്കപ്പെടുമെന്നറിഞ്ഞതിന് ശേഷം, നിയുക്ത മുഖ്യമന്ത്രിയായതിനു ശേഷം അവർ തൊഴുതു പിടിച്ചു മാത്രമേ നടന്നിരുന്നുള്ളൂ. ജയലളിതയുടെ രീതികൾ അനുകരിച്ച് ഭക്ഷണമൊക്കെ വേറെ ആളുകൾ എടുത്തു കൊടുക്കുകയായിരുന്നു. തൊഴുകൈ അഴിക്കാനാകില്ലല്ലോ. ഇതായിരുന്നു ആയമ്മയുടെ ആ സമയത്തെ അവസ്ഥ. ഏതായാലും അതൊക്കെ താറുമാറായി. ശശികല ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇല്ല. മണ്ണാർഗുഡി മാഫിയ പോയസ് ഗാർഡനിൽ നിന്ന് പടിയിറങ്ങും എന്ന കാര്യം തീരുമാനിക്കപ്പെട്ടു. ഇനി എന്താണ് ഭാവി? ആരാണ് അധികാരത്തിലേക്ക് വരാൻ പോകുന്നത്? പന്നീർസെൽവത്തിന് വരാൻ കഴിയുമോ? സ്റ്റാലിനായിരിക്കുമോ വരിക? DMK മുന്നേറ്റം ഉണ്ടാകുമോ? ഇതൊക്കെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. ആകെ തമിഴ്നാട് നിയമസഭയിലെ അംഗസംഖ്യ 234. ADMKക്ക് 135 സീറ്റുകളുണ്ട്, വ്യക്തമായ ഭൂരിപക്ഷം. DMKക്ക് 89, DMKയുടെ സഖ്യശക്തിയായ കോൺഗ്രസിന് 8, മുസ്ലിം ലീഗിന് 1. അങ്ങനെ ആകെ 98 അംഗങ്ങളാണ് DMKയുടെ മുന്നണിക്കുള്ളത്. ഒരു 40-50 ആളുകളെ കൂടെ കിട്ടിയാൽ ശരിക്കും DMKക്ക് ഭരിക്കാൻ പറ്റുന്ന അവസ്ഥ. AIADMKയിൽ നിന്ന് 40 മുതൽ 50 പേർ വരെ വിമതരായി രംഗത്ത് വന്ന് DMKയിലേക്ക് ചേരും, അല്ലെങ്കിൽ പിന്തുണയ്ക്കും എന്ന് സ്റ്റാലിൻ കരുതുന്നു. അതുകൊണ്ട് സ്റ്റാലിൻ ആദ്യമേ തന്നെ, ഇന്നലെ തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ കേന്ദ്രത്തിലേക്ക് തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഒരു കാര്യം. എല്ലാം നിയന്ത്രിക്കുന്നത് കേന്ദ്രത്തിൽ തന്നെയാണ് ഇപ്പോഴും. ഗവർണർ വിദ്യാസാഗർ വീണ്ടും യാത്ര റദ്ദാക്കിയിരിക്കുന്നു.
ചെന്നൈയിലേക്കില്ല. അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രം മതി തൻ്റെ ആടയാഭരണങ്ങളുമായി സത്യപ്രതിജ്ഞാ ചടങ്ങിന് ഗവർണർ എന്താ പറയുക, എംപലിഷിംഗ് പോസ്റ്റ് അല്ലെങ്കിൽ ആലങ്കാരിക പദവി അവിടെ ഇനി വിമാനമിറങ്ങാൻ പോകുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ കോൺസ്പിറസിയുടെയോ കൂടിയാലോചനയുടെയോ ഗൂഢാലോചനയുടെയോ എല്ലാ രംഗങ്ങളും സാക്ഷാൽ മോദി ജീവിക്കുന്ന ദില്ലിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ തമിഴ്നാട് രാഷ്ട്രീയം ദില്ലി തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് ജല്ലിക്കെട്ടുമായി നടക്കുന്ന ജനത മോദിയുടെ പാതാരബിന്ദങ്ങളിൽ ആ പ്രശ്നം സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നു വേണം കരുതാൻ. പന്നീർശെൽവം ബുദ്ധികൂർമ്മതയുള്ള ഒരു നേതാവാണെന്ന് പറയാതെ വയ്യ. കാരണം ഇന്നലെ രാവിലെ തന്നെ AIADMKയിലെ വിമത സ്വഭാവം രംഗത്ത് വന്നു കഴിഞ്ഞിരുന്നു. ശശികലയ്ക്കെതിരെ പാണ്ഡ്യൻ രംഗത്ത് വന്ന് തുറന്നടിച്ചു. എന്താണ് തുറന്നടിച്ചത്? ജയലളിതയുടെ മരണം ദുരൂഹമാണ്. അതൊരു പുതിയ കാര്യമൊന്നുമല്ല. ലോകത്തൊക്കെ അറിയുന്നൊരു കാര്യമാണ്. അതിനി പാണ്ഡ്യനൊന്നും പറയണമെന്നില്ല. അതുമാത്രമല്ല, ജയലളിത മരിച്ചതിന് തൊട്ടുപിറകെയും ഒരുപക്ഷെ അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് പോലും അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു സിനിമാ നടിയായ ഗൗതമി ഇതേ സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് സാക്ഷാൽ പ്രധാനമന്ത്രിക്ക് തന്നെ കത്തെഴുതിയിരുന്നു. ഒരു ഫലവും ഉണ്ടായില്ല. പ്രധാനമന്ത്രി കാത്തിരിക്കുകയാണല്ലോ തമിഴ്നാടിൻ്റെ ദ്രാവിഡ രാഷ്ട്രീയത്തിന് മുകളിലേക്ക് പറന്നിറങ്ങാൻ. അതുകൊണ്ട് തന്നെ ഒരു നടപടിയും ഉണ്ടായില്ല. ഇതാ AIADMKയുടെ ഒരു മുതിർന്ന നേതാവ്, ഉന്നതനായ നേതാവ് പാണ്ഡ്യൻ തന്നെ പറയുന്നു, ശശികലയെ പുറകിൽ നിന്ന് ആരോ തള്ളിയിട്ടതാണ്. തള്ളിയിട്ട് മൃതപ്രായത്തിൽ അവരെ ആശുപത്രിയിൽ അവതരിപ്പിച്ചതാണ്. മരണമൊക്കെ എന്നേ കഴിഞ്ഞതാണ്. ഇതാണ് ഒരു രീതി. മരണം മറച്ചുവെക്കുക അധികാരത്തിന് വേണ്ടി. പല ആളുകൾ ഇടപെട്ട് മരണം മറച്ചുവെക്കുക, അതീശ അധികാരം മറച്ചുവെക്കുക. അങ്ങനെ തമിഴ്നാട്ടിലെ AIADMKയുടെ നേതാക്കൾ അത് ചെയ്തെങ്കിൽ നരേന്ദ്രമോദിക്ക് അവരെ വളരെ ഇഷ്ടമാകും. കാരണം നരേന്ദ്രമോദിയുടെ ആളുകൾ തന്നെ അഹമ്മദിൻ്റെ കാര്യത്തിൽ അത് ചെയ്തതാണല്ലോ. ഏകാധിപതികൾക്കൊക്കെ എല്ലായ്പ്പോഴും ഒരേ ശൈലിയാണ് ജനാധിപത്യത്തിൻ്റെ കഴുത്ത് ഞെരിക്കുന്ന കാര്യത്തിൽ. മരണം മറച്ചുവെച്ചു തമിഴ്നാട്ടിൽ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലിയിൽ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിലും മരണം ഗൗരവതരമായി മറച്ചുവെച്ച് കഴിഞ്ഞു. അങ്ങനെ മറച്ചുവെച്ച് കൊണ്ട് സത്യം മറച്ചുവെക്കുമ്പോഴാണ് മനസ്സമാധാനം കിട്ടുന്നത് മോദിക്കും ശശികലയ്ക്കുമൊക്കെ. എല്ലാ ഏകാധിപതികളും ഒരുപോലെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന നിലയ്ക്ക് നമുക്ക് ഈ കാര്യം കാണാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ പന്നീർശെൽവൻ രംഗത്ത് വരുമ്പോൾ അതിനു മുമ്പ് രംഗത്ത് പാണ്ഡ്യൻ വന്നു കഴിഞ്ഞിരുന്നു. ആ വാർത്തയും മനോരമ ഉൾപേജിൽ തരുന്നു. ശശികലയ്ക്കെതിരെ പാണ്ഡ്യനും ദീപയും ആക്രമണം ബഹുമുഖമായി നടക്കുന്നു എന്നാണ് വാർത്ത. പന്നീർശെൽവത്തിൻ്റെ നീക്കം BJPയുടെ ആശീർവാദത്തോടെയെന്ന് വിലയിരുത്തൽ. ജയലളിതയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും പോയസ് ഗാർഡനിൽ വാക്കേറ്റത്തെ തുടർന്ന് ആരോ അവരെ തള്ളിയിട്ടതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നതെന്നും മുതിർന്ന നേതാവും മുൻ നിയമസഭാ സ്പീക്കറുമായ PH പാണ്ഡ്യൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ജയയുടെ സഹോദരി പുത്രി ദീപ ജയകുമാറും ശശികലയെ മുഖ്യമന്ത്രിയാക്കുന്നതിനെ രംഗത്ത് എത്തുകയും ചെയ്തു. അങ്ങനെ മുഖ്യമന്ത്രി കുപ്പായം തുന്നിയിരുന്ന ശശികലയ്ക്ക് എന്നേക്കുമായി ആ സ്വപ്നം കുഴിച്ചു മൂടേണ്ടി വന്നിരിക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും ഗവർണറിലൂടെ നരേന്ദ്രമോദി തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക്, അപമാനിതമായൊരവസ്ഥയിലേക്ക് ദ്രാവിഡ രാഷ്ട്രീയം, ജല്ലിക്കെട്ടിൻ്റെ രാഷ്ട്രീയം തലകുനിച്ച് നിൽക്കുന്നു തമിഴ്നാട്ടിൽ. ഇന്ന് മലയാള മനോരമയുടെ ഉൾപേജിൽ മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ട്രംപിനെതിരെ വിവിധ ജനവിഭാഗങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ, സംഘം ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ 16 അറ്റോർണി ജനറൽമാർ കൂടി ട്രംപിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നു എന്നാണ് ആ വാർത്ത നമ്മോട് പറയുന്നത്. അതേ സംബന്ധിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ട്രംപ് എന്ന വളരെ അടുത്തു മാത്രം അധികാര ആരോഹണത്തിലേക്ക് ഉയർന്ന അമേരിക്കൻ പ്രസിഡന്റ് വലിയ പ്രതിസന്ധിയാണ് അവിടെ നേരിടുന്നത്. മുസ്ലിം രാജ്യങ്ങളിലെ ആളുകൾക്ക് വിസ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ അറ്റോർണി ജനറൽമാർ തന്നെ രംഗത്ത് വന്നിരിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം. ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക്
7 മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ വിലക്കിയ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വിവാദ ഉത്തരവിനെതിരെ അമേരിക്കയിലെ 16 അറ്റോർണി ജനറൽമാർ രംഗത്തെത്തി. പ്രസിഡന്റിൻ്റെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധവും അമേരിക്കൻ വിരുദ്ധവും ആണ് എന്നവർ കുറ്റപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് വാർത്ത. കൂടുതൽ ട്രംപ് ഭരണരംഗത്ത് നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. ഒടുവിൽ നോട്ട് നിരോധനത്തെപ്പറ്റി പാർലമെൻറ്റിൽ സംസാരിക്കുക തന്നെ ചെയ്തു നമ്മുടെ പ്രധാനമന്ത്രി. പരമാവധി അദ്ദേഹം അത് ഒഴിവാക്കാൻ നോക്കിയതാണ്. പക്ഷേ ഭരണഘടനാപരമായ മര്യാദ പ്രധാനമന്ത്രിയെ തന്നെ വളഞ്ഞു പിടിച്ച് പാർലമെൻറ്റിൽ എത്തിച്ച് നോട്ട് നിരോധനത്തെക്കുറിച്ച് സംസാരിക്കാൻ നിർബന്ധിതനാക്കി. ഇന്നലെ അദ്ദേഹം നടത്തിയ ആ പ്രസംഗം എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മാധ്യമം ഒന്നാം പുറത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കാണുക. നോട്ട് അസാധുവാക്കൽ ശുദ്ധീകരണം എന്നാണ് മോദി പറഞ്ഞത്. കള്ളപ്പണം പിടിക്കാനോ ക്യാഷ്ലെസ് സൊസൈറ്റി പണരഹിത സമുദായത്തിലേക്ക് സഞ്ചരിക്കാനോ ഒന്നുമല്ല. ഒരു ശുദ്ധീകരണം, ഒരു അടിച്ചുവാരൽ, അതുമാത്രമാണ് എന്നാണ് മോഡി ഇപ്പോൾ പറയുന്നത്. AS സുരേഷ് കുമാർ ആ വാർത്ത തരുന്നത് കാണുക. അസാധു നോട്ടിൽ മുങ്ങിപ്പോയ പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ മൗനം പാലിച്ച പ്രധാനമന്ത്രി നോട്ട് അസാധുവാക്കിയതിനെ പൂർണ്ണമായി ന്യായീകരിച്ചാണ് രംഗത്തെത്തിയത്. പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് സർക്കാരിൻ്റെ യുദ്ധമെന്ന് മോഡി പറഞ്ഞു. രാജ്യ താൽപ്പര്യമാണ് പരമപ്രധാനം. അപ്പോഴും എത്ര രൂപ തിരിച്ചു കിട്ടി, എത്ര കള്ളപ്പണം ഉണ്ടായിരുന്നു, അതൊന്നും അദ്ദേഹം പറഞ്ഞതേയില്ല. വൻ ശക്തികൾക്കെതിരെ നീങ്ങുമ്പോൾ തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതാണ് പ്രധാനം. തൻ്റെ ജീവന് ഭീഷണി വന്നിരിക്കുന്നു. അത് വൻ ശക്തികളിൽ നിന്നാണ് ഭീഷണി വന്നിരിക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സംരക്ഷിക്കാൻ പ്രത്യേക കവചങ്ങളായി നിൽക്കുന്ന സംരക്ഷണ സൈന്യമുണ്ട്. അതൊക്കെ അതിശക്തമായ ഒരു സംവിധാനവുമാണ്. ആ സൈന്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ സുഗമമായി സഞ്ചരിക്കുന്നയാളാണ് മോദി, നാട്ടിലും വിദേശത്തും. ഇതൊക്കെ നമുക്കറിയാം. എങ്കിലും വൻശക്തികൾ അദ്ദേഹത്തിനെതിരായിരിക്കുന്നു. ഏതാണ് ഈ വൻശക്തി? അത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല. ഇന്ത്യൻ സാഹചര്യത്തിൽ വൻശക്തികളെന്ന് പറയുന്നത് ശരിക്കും കോർപ്പറേറ്റ് മൂലധനത്തിൻ്റെ ഉടമകളാണ്, കോർപ്പറേറ്റ് മുതലാളിത്തമാണ്. ഏത് കോർപ്പറേറ്റ് മുതലാളിത്തമാണ് ഇപ്പോൾ മോദിക്കെതിരെ നിലപാടെടുത്തിരിക്കുന്നത്? അദാനി അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയാണ്. അംബാനിക്കാകട്ടെ ധാരാളം സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അതുമാത്രമല്ല, നോട്ട് നിരോധനത്തിൻ്റെ യഥാർത്ഥ ആവശ്യം കോർപ്പറേറ്റുകളുടെ 8 ലക്ഷം കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളാൻ കൂടിയാണ് എന്ന് കൃത്യമായി കേജ്രിവാൾ നിരീക്ഷിക്കുക പോലും ചെയ്തിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകളുടെ ഔരസപുത്രനായ മോദിയെ അവരാക്രമിക്കാനിടയില്ല. പിന്നെ വൻശക്തികളെന്ന് പറയുന്നത് ലോകത്ത് അമേരിക്കയാണ്. അമേരിക്കയുടെ അത് ഒബാമയാണെങ്കിലും ഇപ്പോൾ ട്രംപ് ആണെങ്കിലും ഏറ്റവും അടുത്ത സുഹൃത്താണ് നരേന്ദ്രമോദി. അവരുടെയൊക്കെ താല്പര്യങ്ങൾ തമ്മിൽ നല്ല യോജിപ്പാണ്. പിന്നെ ആരാണ് അദ്ദേഹത്തെ ആക്രമിക്കാൻ പോകുന്നത്? ആരുമില്ല. എന്തെങ്കിലുമൊക്കെ അങ്ങ് പറയുകയാണ്, പ്രസംഗമല്ലേ, ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടുണ്ടാവും. അത്രയേ ആ ആക്ഷേപത്തെക്കുറിച്ച് പറയാനുള്ളൂ. തൻ്റെ ജീവൻ അപകടത്തിൽ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതായി ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. സ്വന്തം ജീവൻ അപകടത്തിലായി പോയി എന്നാണ് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പാർലമെൻറ്റിൽ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ വൻ ശക്തികൾ തൻ്റെ ജീവനെ തന്നെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നുവെന്നേ പറഞ്ഞുള്ളൂ. തൻ്റെ ജീവൻ അപകടത്തിൽ എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇരിക്കട്ടെ എന്ന് ജന്മഭൂമിയും കരുതി ഒരു പടി കടന്ന് അവർ പറയുന്നു, കാണുക, ജീവൻ അപകടത്തിൽ. ആ പ്രസംഗഭാഗം ജന്മഭൂമി ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ വിശ്വസിക്കാമല്ലോ, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം ഒരു കുടുംബത്തിൻ്റെ സമ്മാനമല്ലെന്നും ഭഗത് സിംഗിനെ കുറിച്ചോ ചന്ദ്രശേഖർ ആസാദിനെ കുറിച്ചോ കോൺഗ്രസ് സംസാരിക്കാറില്ലെന്നും മോദി പറഞ്ഞു. കോൺഗ്രസ് രൂപീകരിക്കും മുൻപ് സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച എന്നെപ്പോലെയുള്ള നിരവധി പേർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യമുണ്ടായില്ല. സ്വാതന്ത്ര്യ സമരകാലത്ത് രാജ്യത്തിന് വേണ്ടി മരിക്കാൻ കഴിയാത്ത അവർ ഇപ്പോൾ രാജ്യത്തിന് വേണ്ടി ജീവിക്കുകയും സേവനം ചെയ്യുകയുമാണ്. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം അവിടെ പ്രസംഗിച്ചത്. കാണുക, സ്വാതന്ത്ര്യ സമരം നടത്തി അതിനിടയിൽ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു നരേന്ദ്രമോദിക്ക്. പക്ഷേ കഴിഞ്ഞില്ല. കാരണം അതിനുശേഷമാണ് ജനിച്ചത്. എന്ത് ചെയ്യാൻ? മാതാപിതാക്കൾ കാണിച്ച കൊടും ചതിയുണ്ടല്ലോ മോദിയുടെ നേരെ എന്ന് തോന്നിപ്പോകും. നേരത്തെ ജന്മം നൽകിയിരുന്നു എങ്കിൽ നേരത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ എടുത്തിയാടി മരിക്കുമായിരുന്നേനെ അദ്ദേഹം എന്നാണ് ഇപ്പോൾ പറയുന്നത്, എല്ലാം മാറിയപ്പോൾ. എന്നാൽ സത്യത്തിൽ നരേന്ദ്രമോദി അന്ന് ജനിച്ചിട്ടില്ല. ശരി, നമ്മുടെ തലമുറയിൽ ആരും അന്ന് ജനിച്ചിട്ടില്ല, ശരിയാണ്. പക്ഷേ
അന്ന് RSSകാരുണ്ടായിരുന്നല്ലോ ഇന്ത്യയിൽ. അതുപോലെ തന്നെ ഹിന്ദു മഹാസഭക്കാരുണ്ടായിരുന്നല്ലോ, ഗാന്ധിയെയൊക്കെ കൊല്ലാൻ ശ്രമിച്ച. ആ അർത്ഥത്തിൽ അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഈ തവണ ഇപ്പോൾ നടക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ മെനിഞ്ഞാന്ന് കോൺഗ്രസിൻ്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് മല്ലികാർജുന ഖാർഗെ അദ്ദേഹം പറയുകയുണ്ടായി, ഗാന്ധിജിയും ഇന്ദിരാഗാന്ധിയും ഒക്കെ കൊല ചെയ്യപ്പെട്ടവരാണ് രാജ്യത്തിന് വേണ്ടി. ആ അർത്ഥത്തിൽ കൊല ചെയ്യപ്പെട്ടവരാണ് കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിലുള്ളത്. നിങ്ങളുടെ നേതാക്കളുടെ വീട്ടിലെ ഒരു പട്ടിയെങ്കിലും ചത്തുവോ കോൺഗ്രസ് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ന് ചോദിച്ചതിൻ്റെ ക്ഷീണം വലുതായിരുന്നു. ഞാൻ ജനിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ മരിക്കാൻ എന്നാണ് മോദി ചോദിക്കുന്നത്. പക്ഷേ നാഗ്പൂരിൽ പോയി മോദി ഓരോ നിമിഷവും ഭയഭക്തി പാരവശ്യത്തോടെ ഉത്തരവുകൾ പ്രതീക്ഷിച്ചു നിൽക്കുന്ന RSSന്റെ കേന്ദ്രമുണ്ടല്ലോ. ഹെഗ്ഡേവാർ, RSSനെ സ്ഥാപിച്ച ഹെഗ്ഡേവാർ ഉണ്ടല്ലോ, കേശവ് ഹെഗ്ഡേവാർ. അദ്ദേഹം മരിച്ചോ സ്വാതന്ത്ര്യത്തിന് വേണ്ടി? എന്തിന്? അവരുടെ പ്രത്യയശാസ്ത്രകാരനായ ഗോൾവാൾക്കർ എന്തെങ്കിലും ചെയ്തോ? ഇതൊന്നും ചെയ്തില്ലല്ലോ. അന്ന് ജീവിച്ചിരുന്നവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന സംഘപരിവാരികളും മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, മറച്ചങ്ങ് വയ്ക്കുകയാണ്. ജനിച്ചില്ല, എന്ത് ചെയ്യാൻ? അതുകൊണ്ട് അന്ന് മരിക്കാൻ കഴിഞ്ഞില്ല. അച്ഛനമ്മമാർ കാണിച്ച കൊടും ക്രൂരത മോദിയോട് സഹിക്കാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന്. അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പാർലമെന്റിൽ ഇന്നലെ അരങ്ങ് തകർത്ത് അവതരിപ്പിക്കപ്പെട്ടത്. ലോ കോളേജ് സമരം പുതിയ പതനത്തിലേക്ക് എത്തിയിരിക്കുന്നു. രൂപം മാറും, ഭാവം മാറും എന്നൊക്കെ വിളിച്ചപ്പോൾ ആ ഭാവം എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. ആത്മഹത്യയാണ് ഭാവം. അന്യത ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു സമരമാണത്. ആ ആത്മഹത്യക്ക് ജീവൻ കൊടുക്കാൻ ആളുകളെ വെച്ച് അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലേക്കാണ് ആ സമരരൂപം മാറുന്നത്. മാതൃഭൂമി 1-ാം പേജിൽ തരുന്നു, സമരരൂപം മാറുന്നു. അക്രമം, ആത്മഹത്യാ ഭീഷണി, മരണം, ഇതൊക്കെ അവിടെ നടക്കുന്നു. ലോ അക്കാദമി ഇന്ന് മന്ത്രിസഭ പരിഗണിച്ചേക്കും. ലോ അക്കാദമിക്ക് മുന്നിലെ സമരത്തിൻ്റെ രൂപം മാറുന്നു. ചൊവ്വാഴ്ച സമരം കൂടുതൽ അക്രമാസക്തമായി. ആത്മഹത്യാ ശ്രമങ്ങളും ഇടപെട്ട് ആക്രമണങ്ങളും ഉണ്ടായി. മരത്തിൽ കയറിയും പെട്രോൾ ദേഹത്തൊഴിച്ചും സമരക്കാർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. എപ്പോഴാണ് സമരം നടത്തുന്നവർ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത്? പ്രത്യാശ നഷ്ടപ്പെടുമ്പോൾ, നിരാശ മൊത്തത്തിൽ പിടികൂടുമ്പോൾ. നമുക്കറിയാം, ആത്മഹത്യാ സമരങ്ങൾ ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ടല്ലോ. ഈ റാങ്ക് ഹോൾഡേഴ്സ് അസോസിയേഷൻ ആത്മഹത്യാ സമരം നടത്തുകയുണ്ടായി. റാങ്കിൻ്റെ കാലാവധി നീട്ടണം. ആരും ശ്രദ്ധിച്ചില്ല. അങ്ങനെ കാരണം കഴിയില്ല. കാലാവധി നീട്ടുന്നതിന് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. 3-4 പേർ സെക്രട്ടേറിയറ്റിന് എതിർവശത്തെ കെട്ടിടത്തിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കി അവരെ ഏതായാലും പട്ടാങ്കം പറഞ്ഞ് ഇറക്കുകയുണ്ടായി. അവരുടെ പോലും ഈ ലിസ്റ്റിൻ്റെ ആയുസ് ദീർഘിപ്പിക്കാൻ കഴിഞ്ഞില്ല. 3 വർഷത്തിലധികം അത് കഴിയില്ല എന്നാണ് നിയമം. അങ്ങനെ നിയമത്തിൽ തന്നെ ഇല്ലാത്ത, കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങൾ ആവശ്യപ്പെടുന്ന സമയത്ത് അത്തരം സമരം നയിക്കുന്ന ആൾക്കാരുടെ താഴെയുള്ള ആൾക്കാർ നിരാശരായി, ഹതാശരായി ആത്മഹത്യ ചെയ്യുമ്പോൾ ആ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ആത്മഹത്യക്ക് വിധേയമാകുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാം. ആ ഒരു പതനത്തിലാണ് ഇപ്പോൾ സമരം എത്തിയിരിക്കുന്നത്. കേരളത്തിലെ യുവജനങ്ങളെ നിരാശയിലാഴ്ത്തുന്ന ഒരു വാർത്ത ഇന്ന് കേരള കൗമുദി നമുക്ക് തരുന്നു. വെറുതെ തരുന്നതല്ല, അത് ലീഡ് വാർത്തയായി തരുന്നു. അതുമല്ല, ബൈ ലൈനിൽ CP ശ്രീഹർഷൻ ആ വാർത്ത തരുമ്പോൾ അതിന് വിശ്വാസ്യത ഏറും. വാർത്ത നമ്മൾ ഒരിക്കൽ കൂടി പെൻഷൻ പ്രായം കൂട്ടാൻ പോകുന്നു കേരളത്തിൽ എന്നാണ്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്, അത്ര ഹിതകരമല്ലാത്ത വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരള കൗമുദി ആ വാർത്ത ഇങ്ങനെ തരുന്നു: പെൻഷൻ പ്രായം ഉയർത്തിയേക്കും 56.1, ക്ഷമിക്കുക 56 + 1 57 വയസ്സാക്കും. ഏപ്രിൽ 1 മുതൽ വിരമിക്കേണ്ടവരെ 2018 മാർച്ച് 30 വരെ തുടരാൻ അനുവദിക്കണമെന്ന് ധനവകുപ്പ്. CP ശ്രീഹർഷൻ ആ വാർത്ത ഇങ്ങനെ തരുന്നു: സർക്കാർ സർവീസിലെ പെൻഷൻ പ്രായം 56 നിന്ന് 57 ആക്കി ഉയർത്താൻ ഗവൺമെൻറ് തലത്തിൽ നീക്കം തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിലെ കണക്കനുസരിച്ച് പുതിയ ശമ്പള പരിഷ്കരണത്തിന് ശേഷം സർക്കാരിൻ്റെ ഒരു വർഷത്തെ പെൻഷൻ ബാധ്യത 15,503 കോടി രൂപ ആണ്. വിരമിക്കൽ പ്രായം നീട്ടുന്നത് വഴി ഇത്രയും തുക ഒരു വർഷത്തേക്ക് മറ്റു പദ്ധതികൾക്കായി ഉപയോഗിക്കാം എന്നാണ് ഇതുമായി ബന്ധിപ്പിച്ച നേട്ടത്തെക്കുറിച്ച് ധനകാര്യ വകുപ്പ് പറയുന്നത് എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. മൂന്നാമതും പന്നീർശെൽവം കാവൽ മുഖ്യമന്ത്രിയായി. അപ്പോഴും അദ്ദേഹത്തിൻ്റെ അന്തരംഗത്തിൽ
സഫലീകരിക്കപ്പെടാത്ത എന്തെല്ലാമോ ആഗ്രഹങ്ങൾ തിരതല്ലുന്നുണ്ടായിരുന്നു. ഈ ചിത്രം കാണുക. സ്വയം കണ്ടെത്താൻ പന്നീർശെൽവത്തിൻ്റെ ധ്യാനം. ഒടുവിൽ അമ്മ പറഞ്ഞു കലാപം ചെയ്യൂ എന്ന്. പന്നീർശെൽവം അത് ചെയ്തു. അതാണ് തമിഴ്നാട്ടിൽ നമ്മെ തേടിയെത്തുന്ന വാർത്ത. ഈ ചിത്രം ഇന്ന് ഹിന്ദുവിൻ്റെ ഒന്നാം പുറത്ത് ആദ്യ ചിത്രമായി നമുക്ക് കാണാം. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.